നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നിധി കമ്പനിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നിധിയുടെ മനസ്സിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഒരിക്കലും സുധീഷ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തേ. ഒടുവില് നിധിയുടെ ഫ്രണ്ട് നിധിയോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തു പറ്റിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിധി ഒന്നുമില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. പക്ഷെ വീണ്ടും നിധിയുടെ മുഖം വല്ലാതിരിക്കുന്ന കണ്ടപ്പം വീണ്ടും കൂട്ടുകാരി ചോദിച്ചു, അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, അതെ ഞാൻ ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ല, അതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അല്ല നീ ഹോസ്റ്റലിൽ താമസിക്കണമെന്ന് ചോദിച്ചു. അതെ. അവിടുന്ന് കുറേ ദൂരം ഉണ്ടായിരിക്കും എങ്ങോട്ടേക്ക്? ഒരു 10-20 മിനിറ്റ് ഉണ്ടാവുള്ളൂ. എപ്പോഴും ബസ്സുള്ള റൂട്ടല്ലേ, ഒരു ബസ്സിന് കയറി ഇവിടെ വന്ന് ഇറങ്ങും, എളുപ്പമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹോസ്റ്റലിൽ നിന്നാൽ കൊള്ളാമെന്നുണ്ടോ? ആഹാ, ഇതാ അപ്പം നന്നായത്. നീ ഏതോ കസിൻ്റെ വീട്ടിൽ നിന്നല്ലേ വരുന്നേ, പിന്നെ എന്തിനാ ഹോസ്റ്റലിലേക്ക് മാറുന്നതെന്ന് ചോദിച്ചു. അതെ, എനിക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഹോസ്റ്റലിലേക്ക് മാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ. കാരണം അവിടെയാണെങ്കിലും രാവിലെ അവരെനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു തരണം. അത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ഹോസ്റ്റലിലേക്ക് മാറുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ റൂം ചോദിക്കാമെന്ന് പറഞ്ഞു. അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ മാറാൻ പറ്റുമായിരുന്നു. റൂമൊന്ന് നീ അന്വേഷിക്കുമെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് നേരത്തെ ഒന്ന് ചോദിച്ചിട്ട് ഇറങ്ങാം, എന്നിട്ട് പോയി റൂമൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിധിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ആ സമയം സുധീഷ് ആകെപ്പാടെ വിഷമത്തോട് കൂടിയിട്ടാണ് ഹരീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. കടയിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഹരീഷ് ചോദിച്ചു, എന്താടാ? ഒന്നും പറയണ്ട. ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ആകെപ്പാടെ വിഷമായിപ്പോയി. ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ചെയ്തേന്ന് പറഞ്ഞു. മിണ്ടില്ല നീ ഒറ്റ ഒരുത്തം കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായെന്നറിയാവോ? നാണം ഉണ്ടോ നിനക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ചീത്ത പറഞ്ഞു ഹരീഷ്. സുധീഷ് പറഞ്ഞു, എടാ എന്നോട് ക്ഷമിക്കടാ. അതെ എന്നോട് ക്ഷമ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. പാവം നിധിയടുത്തി എത്രമാത്രം സങ്കടമായെന്നറിയോ? നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. എടാ അത് പിന്നെ അച്ഛൻ ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇന്നലെയാണോ അങ്ങനെ കാണാൻ തുടങ്ങിയത്? അല്ലല്ലോ, അങ്ങനെയുടെ സ്വഭാവം നല്ല വ്യക്തമായിട്ട് അറിയാവുന്നല്ലേ. എന്നിട്ടൊരു അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്ന അങ്ങേരെ. അതൊക്കെ കേട്ട് വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാനിപ്പോഴാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അനുഭവിച്ചോ, സ്വന്തമായിട്ട് വരുത്തി വെച്ചല്ലേ, തന്നെ അങ്ങോട്ട് അനുഭവിച്ചോളാൻ പറഞ്ഞു. അല്ല നിധിക്ക് സങ്കടമായി കാണുമല്ലേ? പിന്നെ നിധി അടുത്തേക്ക് സങ്കടമല്ല, ഭയങ്കര സന്തോഷമാണ്. തുള്ളി ചാടിക്കൊണ്ടല്ലേ രാവിലെ പോയെന്ന് ചോദിച്ചു. എന്നെ കളിയാക്കല്ല. പിന്നെ കളിയാക്കാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം നിനക്ക് എന്നെ ഇഷ്ടമില്ലല്ലേ ഇപ്പം? ഇപ്പോഴെന്നല്ല എപ്പോഴും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. എടാ ദുഷ്ടാന്നൊക്കെ സുധീഷ് പറയണം. അപ്പോഴേക്കാണ് നീതുവിൻ്റെ വരവ്. സുധീഷിനെ കണ്ടുകഴിഞ്ഞപ്പോൾ നീതു പറഞ്ഞു, ഇതെന്താ എപ്പം നോക്കിയാലും കട വന്നിരിക്കുവാണല്ലോ, ഇതെൻ്റെ അനുജൻ്റെ കൂട്ട് വന്നിരിക്കുവാണെന്ന് ചോദിച്ചു. സുധീഷ് ഒന്നും മിണ്ടിയില്ല, ഒന്നും നോക്കുവേതെ. അല്ല ഇത്തിരി പ്രൈവസി ആയിട്ട് സംസാരിക്കാമെന്ന് വെച്ച് കഴിയുമ്പോൾ അതിന് സമ്മതിക്കില്ല. അപ്പം സുധീഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഹരീഷ് ചന്തുവിനെ ജ്യൂസ് മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനുമാണ് നീതുവിൻ്റെ വരവ്. അപ്പം നീതു വന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുധീഷിന് ദേഷ്യം വന്നു. സുധീഷ് നീതുവിനെ നോക്കി. പിന്നീട് നീതു ഹരീഷിനോട് പറഞ്ഞു, ഹരീഷേ ഞാനേ കുറേ കടകൾ കയറി ഇറങ്ങിയിട്ട് ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു. എന്തിന്? നിനക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും വാങ്ങിച്ചാണ് വന്നിരിക്കുന്നത്. സ്പെഷ്യൽ ഗിഫ്റ്റോ? അതേന്നെ. എത്ര കടയിൽ കയറി ഇറങ്ങിയിട്ടാണ് കിട്ടിയെന്ന് അറിയാവോ എന്നും ചോദിച്ചുകൊണ്ട് കീ ചെയിൻ അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഹരീഷ് ഇങ്ങനെ നോക്കി. പിന്നീട് ഹരീഷിനോട് പറഞ്ഞു, നീ നിൻ്റെ ബൈക്കിൻ്റെ കീ ഇങ്ങ് തരാൻ പറഞ്ഞു. എന്തിനാ? ഇങ്ങ് തരാൻ പറഞ്ഞു. എന്നിട്ട് അതും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത്തേലേക്ക് ആ കീ ചെയിൻ ഇടുവാണ്. ഇത് സൂക്ഷിച്ചു വെക്കണം, എൻ്റെ ഹൃദയം ഇത് നഷ്ടപ്പെട്ടു പോയേക്കരുത്, നമ്മുടെ പ്രണയത്തിൻ്റെ അടയാളം ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മാസ് ഡയലോഗൊക്കെയാണ് നീതു അടിക്കുന്നത്. കുറേ സമയം സുധീഷെല്ലാം കേട്ടോണ്ടിരിക്കുവാണ്. സുധീഷിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീതു പറഞ്ഞു, അതെ ഇത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധമില്ലാതായത് കൂട്ടിയാൽ മതി, കാരണം എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട ഇത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഒടുവിൽ സുധീഷ് അങ്ങോട്ട് വന്നു. സുധീഷ് അങ്ങോട്ട് വന്നിട്ട് ഹരീഷിന് കയ്യിൽ നിന്ന് കീ ചെയിൻ അങ്ങോട്ട് മേടിച്ചിട്ട് എറിയാൻ തുടങ്ങണം. അപ്പോഴേക്കും നീതു ചോദിച്ചു, എന്താ സുധീഷ് ഏട്ടാ കാണിക്കണം എന്ന് ചോദിച്ചു. കാണിക്കണം എന്താന്നോ? അതെ ഈ കീ ചെയിന് കൂടിപ്പോൾ എത്ര രൂപ വില വരും? ഒരു 10-30 രൂപ അത്രയല്ലേ വരുള്ളൂ. 30 രൂപയുടെ കീ ചെയിൻ മേടിച്ചിട്ട് വന്നിട്ട് 30 മണിക്കൂർ സംസാരിക്കുന്ന അവളൊന്ന് നാണമുണ്ടോ? ഞാനോർത്ത് ഇത്ര ബിൽഡപ്പ് ഒക്കെ ഇട്ട് ഭാഗ്യനകത്ത് നിന്ന് എന്തോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നെങ്കിൽ ഒരു ബ്രാൻഡഡ് ഷർട്ടോ ജീൻസൊക്കെ ആയിരിക്കും, അല്ലെങ്കിലോ വല്ല ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇത് ചുമ്മാ ഒരു 30 രൂപയുടെ കീ ചെയിൻ മേടിച്ചുകൊണ്ട് വന്നിട്ട്
കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നാണമില്ലേ നിനക്കൊക്കെ, വേറെ പണിയില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നീതു പറഞ്ഞു, ദേ സുധീഷ് ചേട്ടാ വെറുതെ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അതെ, ഞങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് സഹിക്കുമോ? ഈ 30 രൂപയുടെ കീച്ചോൻ ഇങ്ങനത്തെ സാധനങ്ങൾ 10-20 രൂപയുടെ വല്ല സ്ലൈഡും മേടിച്ചെന്നാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ല, ഇനിയിപ്പോൾ അത്രയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണം തോന്നുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, വല്ല ഫോൺ വാങ്ങിച്ചു കൊടുക്കുക, ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് വാങ്ങിച്ചു കൊടുക്കുക. അല്ലാതെ 30 രൂപയുടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിന് കുറേ ഇങ്ങനെ സംസാരിക്കുകയല്ല വേണ്ടേന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, സുധീഷ് ചേട്ടാ നീ മിണ്ടായിരിക്കട അവിടെ. നീതു പറഞ്ഞു, എൻ്റെ കീച്ചേനപ്പോൾ വിലയില്ലല്ലേ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഹരീഷ് എന്തോന്നും മിണ്ടാതിരുന്നേ. അപ്പം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം സുധീഷ് പറഞ്ഞു, എന്നാ നീ വെച്ചോ നിന്റെ പ്രണയത്തിൻ്റെ അടയാളം സൂക്ഷിച്ചു വെച്ചോളാൻ പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, അല്ല ഇത് സൂക്ഷിച്ചു വെച്ചോളാൻ പറഞ്ഞില്ലേ, കയ്യിലിരിക്കട്ടെ. അല്ല ഇതും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇതും കൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ആ പോയ സാധനം ഉണ്ടല്ലോ അതും കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. കളിയാക്കുവാണ് ഹരീഷിനാണെങ്കിൽ വല്ലാത്തൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. പിന്നീട് നിധിയെ കൂട്ടിക്കൊണ്ട് നിധിയുടെ ഫ്രണ്ട് ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഹോസ്റ്റൽ വാർഡൻ പറഞ്ഞു, ഇവിടെ ഗസ്റ്റുകളൊന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെന്താ ഇവരെയും കൂട്ടിക്കൊണ്ട് വന്നേന്നൊക്കെ ചോദിച്ചു. മാഡം ഇത് ഗസ്റ്റ് അല്ല, റൂമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. പിന്നെ എവിടെ നിന്ന് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വീട് കുറച്ച് ദൂരെയാണ്, കസിൻ്റെ വീട്ടിലാണ് ഇത്രയും ദിവസം നിന്നേ, അപ്പോൾ റൂമിലേക്ക് മാറാനാന്ന് പറഞ്ഞു. ആണോ, അപ്പോൾ റൂമിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ റെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. 7000 രൂപയാണ് ഷെയർ ചെയ്യുന്ന റൂമിലൊക്കെ ആണെങ്കിൽ, ഒറ്റ റൂമാണെങ്കിൽ 10000 രൂപയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. പിന്നെ 3 മാസത്തെ ഫീസ് അഡ്വാൻസ് ആയിട്ട് തരണമെന്ന് പറഞ്ഞു. അത്രയും രൂപയോ? അത്രയും രൂപ തൻ്റെ കയ്യിൽ എടുക്കാനില്ല എന്നുള്ള കാര്യം നിധിക്കറിയാം. നിധി പെട്ടെന്ന് പറഞ്ഞു, അത്രയും രൂപ എൻ്റെ എടുക്കാനില്ല മാഡെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, 2 മാസത്തെ ഫീസ് തന്നാലും മതി എന്ന് പറഞ്ഞു. പക്ഷേ നിധിയുടെ കയ്യിൽ അതും ഇല്ലായിരുന്നു. ഒടുവിൽ നിധി പറഞ്ഞു, അതെ 1 മാസത്തെ വാടകയുടെ പകുതി തരാമെന്ന് പറഞ്ഞു. 1 മാസത്തെ വാടകയുടെയോ? അതെങ്ങനെ ശരിയാവും, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധിയുടെ ഫ്രണ്ട് പറഞ്ഞു, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. ഉടനെ നിധിയുടെ ഫ്രണ്ട് നിധിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, അതെ ഇവിടെ അഡ്മിഷൻ കിട്ടണം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, നീ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്ക്, ഫസ്റ്റ് സാലറി കിട്ടിക്കഴിയുമ്പോൾ ആദ്യം തന്നെ ഞാൻ പൈസ കൊടുത്തോളാം, ആ കാര്യം ഒന്ന് ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, നീ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഒടുവിൽ നിധി വന്നിട്ട് പറഞ്ഞു, മാഡം പ്ലീസ് ഞാൻ പകുതി പൈസ തരാം, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്മിഷൻ ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. ഈ മാസം അവസാനത്തിന് മുമ്പ് എന്താണ് ഞാൻ ബാക്കി പൈസ തന്നോളാന്ന് പറഞ്ഞു. ഒടുവിൽ സമ്മതിച്ചു. അങ്ങനെ നിധിക്ക് റൂമൊക്കെ കിട്ടി. അപ്പോൾ ബാഗ് സാധനങ്ങളൊക്കെ എടുക്കണമല്ലോ. പിന്നീട് നിധി നേരെ സുഭാഷ് ജോലി ചെയ്യുന്നിടത്തേക്ക് വരുവാണ്. സുഭാഷിന് നിധിയെ കണ്ടിന് ഭയങ്കര സങ്കടമായി. സുഭാഷ് ഓടി വന്നു. എന്താ മോളെ, എന്താ എവിടെയെന്ന് ചോദിച്ചു. എനിക്ക് സുഭാഷിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ മോളെ, ഇന്നലത്തെ കാര്യം ഓർത്തിട്ടാണോ? സോറി ഇട്ടോന്ന് പറഞ്ഞു. അതല്ല സുഭാഷ് ഏട്ടാ, പിന്നെയോ ഞാൻ വീട്ടിൽ നിന്ന് മാറുക, ഹോസ്റ്റലിലേക്ക് മാറുകയെന്ന് പറഞ്ഞു. ഹോസ്റ്റലിലേക്കോ? ഒരു നിമിഷം സുഭാഷ് ഞെട്ടിപ്പോയി. അത് സുഭാഷ് ഏട്ടാ, ഇനി ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, ഇനിയും പ്രശ്നങ്ങൾ കൂടിക്കൂടി വരത്തല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് ഞാനവിടെ നിൽക്കുന്നത്, എനിക്കവിടെ നിൽക്കാൻ തോന്നുന്നില്ല, എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷിന് ഭയങ്കര വിഷമമായി. സുഭാഷ് പെട്ടെന്ന് പറഞ്ഞു, മോളെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും എനിക്ക് പേടിയാന്ന് പറഞ്ഞു. സുഭാഷ് പിന്നെ നിർബന്ധിക്കാൻ പോയില്ല. താൻ കാരണം പാവം കൊച്ചിന് ആപത്തും വരാൻ പാടില്ല, അല്ലെങ്കിൽ സുധീഷ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അത് ഇവൾക്ക് ക്ഷമിക്കാൻ പറ്റില്ലായിരിക്കും. ഒടുവിൽ നിധിയോട് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ, ഇനിയിപ്പം ഞാൻ നിർബന്ധിക്കുന്നൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ നിധി വീട്ടിലേക്ക് വന്നു ബാക്കി എടുത്തുണ്ട്. അപ്പോൾ സുഭാഷിനോട് പറഞ്ഞായിരുന്നു വൈകുന്നേരം എന്നെ കൊണ്ടുവിടാനായിട്ട് വരണമെന്ന്. പിന്നെ വന്നു കഴിഞ്ഞിട്ടാണ് നിധി നികേഷിനോട് പോയി കാര്യം പറയുന്നത്, ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടമായിപ്പോയി നികേഷിന്. കാരണം താൻ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് നിധിയടുത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, നിധിയടുത്തിൽ നിന്ന് പോകുകയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നികേഷിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.